കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് ഇന്റേണൽ വിജിലൻസ് അറിഞ്ഞില്ല. 2023 ഒക്ടോബറിൽ ഇന്റേണൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ പെൻഷൻ തട്ടിപ്പ് കണ്ടെത്താനായില്ല. 2024 ഓഗസ്റ്റ് 6-നാണ് 211 കോടി കാണാനില്ല എന്ന റിപ്പോർട്ട് നഗരസഭാ സെക്രട്ടറി നൽകിയത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ഈ നടുക്കുന്ന തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതിൽ വലിയ വിവാദം, വിമർശനം ഒക്കെ ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ്. അതിനിടയിൽ ഈ ഇന്റേണൽ വിജിലൻസ് അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് കാര്യങ്ങളെ നോക്കിക്കണ്ടത്? ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്, ടോബി? ടി കെ, രണ്ട് ക്രമക്കേടുകളാണ് അല്ലെങ്കിൽ രണ്ട് വിവാദങ്ങളാണ് കോട്ടയം നഗരസഭയിൽ ഇപ്പോൾ സജീവമായി ചർച്ച ആകുന്നത്. അതിലൊന്ന് 211 കോടി രൂപ കാണുന്നില്ല എന്നുള്ളൊരു വലിയ വിവാദം. കൂടാതെ മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന പെൻഷൻ തട്ടിപ്പ്, ഏകദേശം 2.4 കോടി രൂപ ജീവനക്കാരനായിട്ടുള്ള അഖിൽ സി വർഗീസ് തട്ടിപ്പ് നടത്തിയെന്നുള്ള ഒരു സെക്രട്ടറിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവാദം. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. ആദ്യം പുറത്തു വന്നത് ഈ പെൻഷൻ തട്ടിപ്പായിരുന്നു. അത് കഴിഞ്ഞ ഒക്ടോബറിലാണ് 9-ാം തീയതിയോട് കൂടിയാണ് സെക്രട്ടറി, അതായത് നഗരസഭാ സെക്രട്ടറി ആ വിവരം കൗൺസിലിൽ വെക്കുന്നതും അത് വലിയ വിവാദമായി വരുന്നതും പിന്നെ കേസായി മാറുന്നതും ചെയ്യുന്നത്. എന്നാൽ ഈ അടുത്തിടെയാണ് 211 കോടി രൂപയുടെ ഒരു കണക്ക് കാണുന്നില്ല എന്നുള്ളൊരു വിവരം ഇന്റേണൽ വിജിലൻസിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ 211 കോടി കാണാനില്ല എന്നുള്ള അന്വേഷണം, ഇന്റേണൽ വിജിലൻസിൻ്റെ അന്വേഷണം നടന്ന കാലയളവിലാണ് ഈ പെൻഷൻ തട്ടിപ്പ് അവിടെ നടന്നത് എന്നുള്ളതാണ്. അതായത് ഇന്റേണൽ വിജിലൻസ് വിശദമായ പരിശോധനകൾ നടത്തുമ്പോൾ ഈ പെൻഷൻ തട്ടിപ്പ് 2.4 കോടി തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരം അവരറിഞ്ഞില്ല. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയില്ല എന്നാണ് ഇന്നലെ വൈസ് ചെയർമാൻ അടക്കമുള്ളവർ പറഞ്ഞത്. സെക്രട്ടറിയും ഇക്കാര്യം പറയുന്നു. അതായത് വലിയൊരു അന്വേഷണം നടന്നിട്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പും അതിൻ്റെ ഇടയിൽ, ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ അവിടെ നഗരസഭയിൽ നടന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ 2023 ഒക്ടോബർ മാസത്തിലാണ് ഈ ഇന്റേണൽ വിജിലൻസിൻ്റെ അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് 2023 ഡിസംബറിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി 2024 ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പെൻഷൻ തട്ടിപ്പ് പുറത്തു വന്നത്. അതാണ് ഈ കാര്യത്തിലെ വലിയ ദുരൂഹത. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഭരണപക്ഷം അടക്കം ഉന്നയിക്കുന്നത്. ടി കെ, ഇപ്പോഴീ ജീവനക്കാരിൽ നിന്ന് തുക ഈടാക്കാനുള്ള നീക്കമൊക്കെ അതിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ, ടോബി? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശുപാർശ ഈ തദ്ദേശ വകുപ്പിൽ നിന്നും പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ അതിനെ പൂർണ്ണമായും എതിർക്കുകയാണ്. ഒരു വ്യക്തി ചെയ്ത തട്ടിപ്പാണ് ഈ പെൻഷൻ തട്ടിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് ആ പണം പിരിക്കുന്നത് ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയമപ്രകാരം, അതിൻ്റെ മാനുവലൊക്കെ പ്രകാരം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പണം പോയാൽ അത് ഈടാക്കണം, ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കണം. കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടാകുന്നതെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഈടാക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായും അത് കൈകഴുകാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഈ അഖിൽ സി വർഗീസ് എന്ന് പറയുന്ന പ്രതിയെ പിടികൂടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പക്കത്തിൽ നിന്ന് ഈ പണം ഈടാക്കുകയും മറ്റുള്ളവർക്കെതിരെ വെറും നടപടികൾ മാത്രമായി മാറുകയും ചെയ്യും. അല്ലാത്ത പക്ഷം ഈ പണം ഈടാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. എന്തായാലും അതിനെ സംഘടനകളും ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഒന്നും അനുകൂലിക്കുന്നില്ല എന്നുള്ള വിവരവും നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കും.